ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ട്രേഡിംഗ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. 18+ എന്നുള്ള ബാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ. വാർണിങ്സ് ഒക്കെ നോക്കുക. ഓക്കെ, ട്രേഡിംഗ് എന്ന് പറയുന്നത് ഹൈലി റിസ്ക് ഉള്ള കാര്യം തന്നെയാണ്. കാണുമ്പോൾ എല്ലാവരും പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വളരെ ഈസിയുള്ള കാര്യമാണ്. അല്ല, ഒരുപാട് നാളത്തെ പരിശ്രമവും, ഒരുപാട് നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 വർഷമൊന്നുമല്ല, ഒരുപാട് നാളത്തെ പരിശ്രമം കാര്യങ്ങളും കൊണ്ടാണ് ഈ ഒരു ഇതിലേക്ക് എത്തുന്നത്. നിങ്ങൾക്കും പരിശ്രമിച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ട്രേഡ് എടുക്കാനും സ്വന്തമായിട്ട് എന്താ പറയുക നല്ലൊരു സക്സസ് ലൈഫ് സക്സസ് ലൈഫ് കണ്ടിന്യൂ ചെയ്യുവാനും അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. ഓക്കെ, പക്ഷേ ഇതിനെല്ലാം പുറമെ അത് പ്രാക്ടീസ് ചെയ്യണം. ഡെമോ അക്കൗണ്ട് ഉണ്ട്, അതിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് 11 മണിയാണ്. 11 മണീൻ്റെ ഇന്നത്തെ സെക്ഷൻ. ഇന്ന് എത്രാം തീയതിയാണ്? ഇന്ന് 3-ാം തീയതിയാണ്. 3-ാം തീയതിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്നുമില്ല. ഓക്കെ, 3-ാം തീയതി സെപ്റ്റംബർ. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് തുടങ്ങാം. ഒരു മിനിറ്റ്. എവിടെ പോയി ചാർട്ട് EGPയിൽ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ നോക്കി നടക്കാം. 13 EGPയിലില്ല. ARSൻ്റെ കോയിന് ARSൻ്റെ പേര് നല്ലൊരു എന്താ പറയുക ഇത് കാണിക്കുന്നുണ്ട്. എന്താ പറയുക, നല്ല സ്ട്രോങ് ആയിട്ട് ബുള്ളിഷ് കാണിക്കുന്നുണ്ട്. ഓക്കെ, നല്ല പവറായിട്ടുള്ളത് കാണിക്കുന്നുണ്ട്. അങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവൻ്റെ ഓപ്പോസിറ്റ് എടുക്കും. ഓക്കെ, ഓപ്പോസിറ്റ് നമ്മൾ എടുക്കും. ഓപ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ട് ഡൗണിലേക്ക് എടുക്കും. ഡൗണിലേക്ക് ഒന്ന് എടുത്ത് നോക്കാമല്ലോ. വാ, ഈടാ ഗ്യാപ്പായിപ്പോയല്ലോ. കുഴപ്പമില്ല, എന്തായാലും നമ്മൾ അനാലിസിസ് നമ്മൾ ഡൗണിലേക്ക് തന്നെയാണ് വെച്ചത്. നോക്കാം എത്രത്തോളം കിട്ടും നോക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് അനാലിസിസും കാര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് ട്രെൻഡ് ലൈൻ വരച്ച് നോക്കാം, നിങ്ങൾക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ച് നോക്കാം, അത് വെക്കാം, ഇത് നോക്കാം, പ്രൈസ് ആക്ഷൻ നോക്കാം, ആന നോക്കാം, ചേന നോക്കാം, എന്ത് വേണമെങ്കിലും നിങ്ങൾ നോക്കിക്കോ, ഒരു കുഴപ്പവുമില്ല. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ്, ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു സംഗതിക്ക് നിങ്ങൾ പോകരുത്. ഇതങ്ങനെ ഇരുന്നോളാം. ട്രേഡ് ലോസ് ആവുകയാണെങ്കിൽ MTG എടുത്തോളാം. ട്രേഡ് വിൻ ആവുകയാണെങ്കിൽ താങ്ക് ഗോഡ്. അത്രയേ ഉള്ളൂ. ഓക്കെ, വേറെ ഒരു കാര്യമില്ല. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് കേട്ടോ, ഇവിടെ നോക്കിക്ക് എന്തൊക്കെ ഗ്യാപ്പ്. ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും ഒക്കെയാണ് കളിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ട് പോവാം, ദൈവം അനുഗ്രഹിച്ചാൽ. ഇല്ലെങ്കിൽ പിന്നെ റിക്കവറിയിൽ നിൽക്കണം. ഓക്കെ, ലോസ് വന്നാൽ നമ്മൾ റിക്കവർ ചെയ്ത് പോകണം. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ എന്താണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ പിന്നെയും വെറുപ്പിക്കാൻ വന്നിരിക്കുന്നു. എന്താണ്, നമുക്ക് VIP ഗ്രൂപ്പുണ്ട്. ആ VIP ഗ്രൂപ്പിൽ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, നമ്മൾ ബൈനറി ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. ബൈനറി ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സുഖമുള്ള ഒരു ട്രേഡിംഗ് ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ വെക്കുന്ന എമൗണ്ട് ഇവിടെ 100 വെച്ച് കഴിഞ്ഞാൽ 100 രൂപ മാത്രമാണ്. പോയാൽ ആ 100 രൂപ മാത്രമേ പോവുള്ളൂ. കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഏകദേശം എത്ര കിട്ടും നമുക്ക് ഇവിടെ നോക്കാം. 100 രൂപ ഞാൻ വെച്ചു എന്ന് വെച്ചാൽ നമുക്ക് 178 രൂപ കിട്ടും. എന്ന് വെച്ചാൽ 78 രൂപ ബേസ്ഡ് ഓൺ പെർസെൻറ്റേജ് 78 രൂപ കിട്ടും. ഇനി നമ്മൾ BRL എന്ന് പറയുന്നത് ഇതാണെങ്കിൽ 193 രൂപ ഇവിടെ കിട്ടും നമ്മൾ വിന്നാവുകയാണെങ്കിൽ. കണ്ടോ, നമ്മൾ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ടുള്ള സുഖം എന്താ അറിയോ, ഈ 100 വെച്ച് ഞാൻ ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ ഈ 100 രൂപ മാത്രമേ പോവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? വേറെ 5 പൈസ പോകില്ല. അപ്പോൾ ഇതാണ് VIP ഗ്രൂപ്പ്. ഓക്കെ, നമ്മൾ ബൈനറി ട്രേഡിംഗ് ചെയ്യുന്നു. എൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ, ഞാൻ ചെയ്യുന്ന ട്രേഡിംഗ് കോപ്പി എടുത്ത് നിങ്ങൾക്കും കൂടെ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ എന്താ പറയുക ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ ഡെമോ അക്കൗണ്ടിൽ ഞാൻ ചെയ്യുന്ന ട്രേഡുകൾ ഡെമോ അക്കൗണ്ടിലൊന്ന് നോക്കാമെന്ന് അങ്ങനെ വിചാരിക്കുന്നവർക്കൊക്കെ നമ്മുടെ VIP ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഒന്നുമില്ല, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ മായാവി ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്. ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്ന ലിങ്ക് കാണിച്ചു തരാം. കണ്ടോ,
മായാവി ടെലിഗ്രാം ഗ്രൂപ്പാണിത്. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇവിടെ ബൈനറി ട്രേഡിംഗ്, ഓക്കെ, നമ്മുടെ പേരുന്ന ഫോറക്സ് അല്ല, ബൈനറി ട്രേഡിംഗ്. ക്ലിക്ക് ചെയ്യുക, ബൈനറി ട്രേഡിംഗ്. ഓക്കെ, ഈ ബൈനറി ട്രേഡിങ്ങിൽ നോക്കിയേ, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കിക്കേ ഇതേപോലെ ഇൻ്റർഫേസ് വരും. ജസ്റ്റ് നിങ്ങളുടെ കൺട്രി ഏതാണെന്ന് അടിച്ചു കൊടുക്കുക, കറൻസി ഏതാ കറൻസി വേണ്ടതെന്ന് നോക്കുക, USD ആണോ INR ആണോ സെലക്ട് ചെയ്യുക, ഇമെയിൽ അടിക്കുക, പാസ്വേഡ്. ഇമെയിൽ അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഇതുവരെ കോട്ടക്സിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാത്തൊരു ഇമെയിൽ ആയിരിക്കണം, അല്ലെങ്കിൽ പുതിയ ഇമെയിൽ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നിലവിൽ ഏതെങ്കിലും കോട്ടക്സിൻ്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ. ഇവിടെ ക്ലിക്ക് ചെയ്യുക, രജിസ്ട്രേഷൻ കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഒരു ID വരും, ആ ID എനിക്ക് എന്താ പറയുക അയച്ചു തരിക. ID അയച്ചു തരുമ്പോൾ നമ്മൾ VIP ഗ്രൂപ്പിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഫോളോഅപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ മിനിമം ഡെപ്പോസിറ്റൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ റിയൽ ട്രേഡാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇല്ല ജസ്റ്റ് ഞാൻ ഡെമോയിലൊക്കെ നോക്കിയിട്ടൊക്കെ ഉള്ളൂ എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെമോയിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സ്ട്രാറ്റജികൾ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ സ്ട്രാറ്റജികൾ. ഓക്കെ, അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, നിങ്ങൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് ഇപ്പോൾ 1,00,000 80,000 60,000 25,000 5000 19 രൂപയോ 9 രൂപയോ ഒക്കെ അങ്ങനെയുള്ള ലെവലിലൊക്കെ ഒരുപാട് കോഴ്സുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വെറും ഓക്കെ, അങ്ങനെയുള്ള കോഴ്സുകളിലൊക്കെ പോയിട്ട് നിങ്ങൾ പൈസ കൊടുത്ത് പഠിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി ഉണ്ടാവും എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേട്ടോ, എൻ്റെ ക്ലാസ്സുകളിലും കാര്യങ്ങളും. കാരണം എൻ്റെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക, ഹിസ്റ്ററി ഓഫ് ട്രേഡിങ് ഞാൻ പഠിപ്പിക്കുന്നില്ല. എങ്ങനെ നമുക്ക് പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം, എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ആക്കാം എന്ന് മാത്രമേ അതിലുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ താല്പര്യമുള്ളവർ എന്താ ചെയ്യുക. ഓക്കെ, നമ്മളിനി അടുത്ത പെയറിലേക്ക് പോകണമല്ലോ. നമ്മളിങ്ങനെ വാചകം അടിച്ചുകൊണ്ടിരുന്നാൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അടുത്ത പെയറിൽ പോകണം. USD INR. ഒരു മിനിറ്റ്. USD INR സപ്പോർട്ട് ഇവിടെ വരുന്നുണ്ട്. USD INR സപ്പോർട്ട് വേണ്ട, കാരണം ഇവിടെ ഒരു വീക്ക് കാണുന്നുണ്ട്. USD MXN നോക്കാം. MXN ഓക്കെ. MXNൽ നമുക്കൊരു ട്രേഡ് ഉണ്ട്, നോക്കാം. ഓക്കെ, ക്യാൻഡിൽ ഇവിടെ വരികയാണെങ്കിൽ നമുക്കൊരു ബൈ എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് റിവേഴ്സ് പോവുകയാണെങ്കിൽ നമുക്കൊരു ബൈ എടുക്കാം, അല്ലെങ്കിൽ ഈ ഭാഗത്ത് വരുമ്പോൾ ബൈ എടുക്കാം. എന്തായാലും ഞാൻ ബൈ എടുക്കുള്ളൂ. ഓക്കെ, ഉറപ്പിച്ചു ബൈ. ഓക്കെ, MXN ബൈ തന്നെ. ഇനി അതിലേക്ക് യാതൊരു ചിന്ത കണ്ടോ, ഇത് ഇത്ര നമ്മൾ അനാലിസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കും. ഒന്ന് ഉറപ്പിച്ചു ബൈയോ ബൈ ചെയ്തു. ഇനിയില്ല, ഇനി ഇവിടെ ഒരു കളിയില്ല. ഇനി ഇവിടെ എന്താ കളി എന്നറിയോ, ഇത് ലോസ് ആവുകയാണെങ്കിൽ ഡബിൾ എമൗണ്ട്, ഇവിടെ 1 ക്ലിക്ക് അല്ലേ ഞാൻ എടുത്തത്, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഡബിൾ എമൗണ്ട് ഇട്ടിട്ട് ഞാൻ അപ്പിലേക്ക് തന്നെ ഇനി ട്രേഡ് എടുക്കും. ഓക്കെ, ഇവിടെ നമുക്ക് കാണുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു ഭാഗത്ത് മാർക്കറ്റ് വന്നിട്ട് വേണം റിട്ടേൺ ആകാൻ പോകണേ. സംഗതി ശരിയാണ്. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു എറർ ക്യാൻഡിൽ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആ ഒരു മുതൽ എന്നല്ല, ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ മിസ് ചെയ്യരുത്. ഓക്കെ, ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ മിസ് ചെയ്യരുത്. അതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ട്രേഡ് എടുത്തത്. എപ്പോഴും നമ്മൾ ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം. നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല, നമുക്കെപ്പോഴും ഇത് തരില്ല, മാർക്കറ്റ് തരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വെയിറ്റ് ചെയ്യണം. എവിടെ കിട്ടുന്നോ അവിടെ ഇട്ട് ചാമ്പിക്കണം. മനസ്സിലാവുന്നുണ്ടോ? എവിടെയാണ് കിട്ടുന്നത് അവിടെ നമ്മൾ ഇത് കൊടുക്കണം. എന്ത് കൊടുക്കണം? നമ്മൾ ഇതാക്കണം. ഓക്കെ, 1 മിനിറ്റ്.
ഹായ് ഫ്രണ്ട്സ്, അതൊന്നുമല്ല, എന്താ പറയുക, ഒരു കോൾ വന്നാണ്. നമ്മൾ ഡോളറൊക്കെ സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി പൈസ ഡെപ്പോസിറ്റ് ചെയ്തവരവർ ഡോളറിന് വേണ്ടിയിട്ട്. കാരണം എൻ്റെ അടുത്ത് ഡോളർ ഞാൻ വിഡ്രോ ചെയ്യുമ്പോൾ ഡോളർ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരും അതുപോലെ തന്നെ വേറെ ഗ്രൂപ്പിലുള്ളവരൊക്കെ എല്ലാതുപോലെ ഒരുപാട് പേര് നമ്മൾ മേടിക്കുന്നുണ്ട്. അപ്പോൾ മേടിക്കുമ്പോൾ അവർ ഓൾറെഡി പൈസ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും. ഓക്കെ, എപ്പോഴെങ്കിലും വിഡ്രോ ചെയ്യുമ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് അയച്ചു തരണേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നലെ വിഡ്രോ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് അവർക്ക് അയച്ചു കൊടുക്കണം. അത് കിട്ടിയെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ് ഓരോരുത്തർ. ഓക്കെ, അപ്പോൾ ഇനി ഏതിലെടുക്കാം? നമുക്ക് ഒരു ദിവസം നമ്മളെപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരു ടാർഗറ്റും അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസും വേണം നമുക്ക്. ഒരു ദിവസം എനിക്ക് വേണ്ടത്, ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു $1100 അല്ലെങ്കിൽ $1200, അത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരു 1 lakh ആ ഒരു ലെവലിൽ വേണം നമുക്ക് ഒരു ദിവസം നമുക്ക് ലോസ് ചെയ്യാൻ. അല്ലെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു എന്താ പറയുക 50,000 രൂപയാണ് ഇന്ത്യൻ മണി. മനസ്സിലാവുന്നുണ്ടോ? 1,00,000 നമ്മുടെ ഇതും പ്രോഫിറ്റും, 50,000 നമ്മുടെ സ്റ്റോപ്പ് ലോസും. അപ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എപ്പോഴും നമ്മളൊരു പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് മാറാൻ പറ്റുക. മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് മാറാൻ പറ്റുക. അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമുക്കൊരു അടുക്കം ചിട്ടയില്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യും? പണി കിട്ടും. നമ്മളെപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? എവിടെ പോയി എടുത്തേക്കണേ? ഓക്കെ, ഒരു ഡൗണിലേക്ക് ഒരു എൻട്രി കാണുന്നുണ്ട്. ഓക്കെ, ഡൗണിലേക്ക് ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു എൻട്രിയും കൂടെ ഇതും കൂടെ വിന്നാവുകയാണെങ്കിൽ, അപ്പോൾ 2 എണ്ണം അടുപ്പിച്ച് വിന്നായി, ഇതും കൂടെ വിന്നാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇന്നത്തെ ഈ രാവിലത്തെ സെക്ഷൻ നമുക്ക് 11 മണിയുടെ സെക്ഷൻ നമ്മൾ ക്ലോസ് ചെയ്യും. പിന്നെ അടുത്ത സെക്ഷൻ എത്ര മണിക്കാണ്? 2 മണിക്ക്. പിന്നെ അടുത്ത സെക്ഷൻ എത്ര മണിയാണ്? 9 മണിക്ക്. പിന്നെ അടുത്ത സെക്ഷൻ എത്ര മണിക്കാണ്? രാത്രി 10:30. ഓക്കെ, അപ്പോൾ ഈ 4 സെക്ഷൻ ഉണ്ട്. അപ്പോൾ 4 സെക്ഷന് ഓരോരോ സെക്ഷനിൽ നമ്മൾ വളരെ മിനിമമായിട്ടും വളരെ ശ്രദ്ധിച്ചും കാര്യങ്ങളൊക്കെയാണ് എടുക്കാറ്. പിന്നെ മാർക്കറ്റ് പണി തന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ എന്താണ്? ഇവിടെ ഡൗണിലേക്ക് വരണ്ടേ മോനെ, എൻ്റെ കുഞ്ഞുമോനെ, നീ ഡൗണിലേക്ക് വന്നിട്ട് ഒരു പ്രോഫിറ്റ് താ. എന്നാൽ പിന്നെ നോൺ MTGയിൽ 3 അടുപ്പിച്ച് നോൺ MTG ആണ്. തരില്ല എന്ന്. അപ്പോൾ ഞാൻ MTG ഇപ്പോൾ എടുക്കേണ്ടി വരും. MTG എടുത്തു. ഇത് കണ്ടോ? ഇതാണ് സ്ഥിതി. എൻ്റെ നോൺ MTG നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല. ഞാൻ അടുപ്പിച്ച് നോൺ MTG നോക്കിയതാണ്. പക്ഷെ കിട്ടില്ല എന്നല്ല കേട്ടോ, ഒരുപാട് പ്രാവശ്യം നമുക്ക് ഇഷ്ടം പോലെ പ്രാവശ്യം നോൺ MTG നമുക്ക് സിഗ്നൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇഷ്ടം പോലെ. പക്ഷേ എല്ലാ ദിവസവും കിട്ടണമെന്ന് നമ്മുടെ ആഗ്രഹമാണ്, നമ്മുടെ ഒരു അത്യാഗ്രഹമാണ്. എല്ലാ ദിവസവും എനിക്ക് നോൺ MTG സിഗ്നൽസ് കിട്ടണം എന്നുള്ളത് നമ്മുടെ അത്യാഗ്രഹമാണ്. അത് അങ്ങനല്ല, അങ്ങനെ ആഗ്രഹിക്കണം. എന്നാലേ അത്യാഗ്രഹത്തോടെ ഇരുന്നാലല്ലേ നമ്മുടെ ആഗ്രഹങ്ങളെങ്കിലും ശരിയാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രേഡിങ്ങിൻ്റെ ഇടയിൽ ഞാൻ മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടെ ബോറാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നുള്ളൂ. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ ആലോചിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അങ്ങനെയൊക്കെ ആയാൽ മാത്രമാണ് ഇതൊന്നൊരു സക്സസ് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ 3 ട്രേഡും ബാക്ക് ടു ബാക്ക് വിന്നായി. ഓക്കെ, 1 MTG ആണ്, പക്ഷേ ലോസ് അല്ലല്ലോ. അപ്പോൾ ബാക്ക് ടു ബാക്ക് നമ്മുടെ 3 സിഗ്നൽസും വിന്നായി. അപ്പോൾ വിന്നാകുമ്പോൾ എങ്ങനെയാണെന്നറിയോ? 3 സിഗ്നൽ അടുപ്പിച്ച് വിന്നാകുമ്പോൾ നമ്മുടെ ക്യാപിറ്റലിലെ 5% നമുക്ക് പ്രോഫിറ്റ് കിട്ടും. കാണിച്ചു തരാം. സെപ്റ്റംബർ ഇതേതാണ്? ഇത് സെപ്റ്റംബർ 2.
ഇപ്പോൾ ചെയ്ത് സെക്ഷൻ നമ്പർ 3 അവിടെ ഇതാ ഫസ്റ്റത്തെ സിഗ്നൽ നമ്മൾ ARSC കൊടുത്തു, വിന്ന്. സെക്കൻഡ് ട്രേഡ് നമ്മൾ ഏതിൽ കൊടുത്തു? USD MXN കൊടുത്തു, വിന്ന്. തേർഡ് സിഗ്നൽ നമ്മൾ എവിടെ കൊടുത്തു? USD TRYയിൽ, പക്ഷേ MTG. ഓക്കെ, MTG എടുക്കാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ മെമ്പേഴ്സിന് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ്? ഈഫ് ലോസ് ഇവിടെ കണ്ടോ, ഈഫ് ലോസ് യൂസ് 1 സ്റ്റെപ്പ് MTG അവരെടുത്തിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ പിന്നീട് മെസ്സേജുകളിൽ പിന്നീട് മെസ്സേജുകളിൽ ഒരുപാട് കാര്യങ്ങളും അതുപോലെ തന്നെ എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കുന്ന സമയത്ത് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഇപ്പം നോക്കിയോ, ഹൗ ടു ടേക്ക് ട്രേഡ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതാ വെരി ഇമ്പോർട്ടൻറ്റ്, ഹൗ ടു ടേക്ക് ട്രേഡ്. കണ്ടോ, ഈ ട്രേഡ് എടുക്കണത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഇവിടെ ഉണ്ട്. ഹൗ ടു ടേക്ക് MTG ഇവിടെ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഹൗ ടു ടേക്ക് MTG കണ്ടോ, ഇവിടെ വീഡിയോ ഉണ്ട്. നോ ഫസ്റ്റ് ട്രേഡ് എമൗണ്ട് ഷീറ്റ്, ഇവിടെ ഷീറ്റ് ഉണ്ട്. ഈ ഷീറ്റിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് ട്രേഡിൽ എത്ര, നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ച് നിങ്ങൾക്ക് എത്ര രൂപയാണ് നിങ്ങൾക്ക് ഫസ്റ്റത്തെ ട്രേഡിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും. ട്രേഡിംഗ് വാച്ച് ലിസ്റ്റ്, ഓക്കെ ക്ലിക്ക്. ഇവിടെ ട്രേഡിംഗ് വാച്ച് ലിസ്റ്റ് ഇവിടെ കാണാം. ഈ ഒരു പെയറിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. പക്ഷേ അത് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊരു വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ഈ ഒരു പെയർ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർ ചെയ്ത് വെക്കുക. അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എവിടെയൊക്കെ ട്രേഡ് ചെയ്യണം, എങ്ങനെ ട്രേഡ് ചെയ്യണം, എങ്ങനെ ട്രേഡ് എടുക്കണം, എങ്ങനെ MTG എടുക്കണം, എങ്ങനെ ട്രേഡ് എടുക്കരുത് എന്നുള്ള, എങ്ങനെ അക്കൗണ്ട്, ഹൗ ടു ഓപ്പൺ അക്കൗണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. വളരെ ഈസി അല്ലേ? അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ശരി, ബൈ. ഇനി അടുത്ത സെക്ഷൻ 2 മണിക്കാണ്. അതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ചെയ്യുന്നില്ല, അത് അപ്ലൈ ചെയ്യുള്ളൂ. 2 മണിക്കാണ്